ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ചോറൂണാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് എൻ്റെ അമ്മ ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാമെന്ന് വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സമയവും ദിവസമൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഒരു 2-3 ഡേറ്റ് കിട്ടിയെങ്കിലും 1-ാം തീയതിയാണ് നല്ല ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്ന് കൊടുക്കാൻ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സെറ്റ് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഒരു 7:30 ആ ടൈമിലാകുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലെത്തണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5:15 ആകുമ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അവരെയും കൂടി എടുത്തിട്ടാണ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി നിൽക്കുന്നിടത്തേക്ക് കുറച്ചധികം നടക്കാണ്ട് അപ്പോൾ നമ്മൾ നടന്ന് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി. കാരണം കുറേ ആൾക്കാർ, നമ്മൾ കുറച്ച് ആൾക്കാർ, ഏട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. വലിയ പരിപാടിയായിട്ട് നമ്മൾ ചോറിന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും വണ്ടിയൊക്കെ വേഗം എടുത്ത് നമ്മൾ വേഗം പോവുകയാണ്. പിന്നെ ഓരോരുത്തരായി ഓരോ സൈഡായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ നീട്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അമ്പാടി ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. ആൾക്ക് വണ്ടിയിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തിരക്കുണ്ട്. കാരണം നമുക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറേ ചുറ്റി വളഞ്ഞ് 2-3 സ്ഥലത്തൊക്കെ നോക്കിയപ്പോഴേക്കും അവിടെയൊക്കെ വണ്ടി കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ഫില്ലാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അത്രയും തിരക്കറിയാം. അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ തിരക്കുണ്ടാവും. പക്ഷേ ഇത്രയും തിരക്കായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിരിക്കും തിരക്കുണ്ടാവും എന്നൊക്കെ അമ്മയച്ചനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഓരോരുത്തരായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവന് ഫീഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് റെഡിയാക്കിക്കൊണ്ടിരിക്കാൻ അവന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പാവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ള മുണ്ടാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് വേഗം പോയി. കാരണം അത്യാവശ്യം നല്ല തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അവനും ഇങ്ങനെ ചെറുതായിട്ട് വാശി പിടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേക്ക് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ ചിന്നു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തരെ കൂട്ടാൻ തെറ്റാതിരിക്കാൻ ഒപ്പാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോന്നറിയില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ കല്യാണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴാണ് ശരിക്കുള്ളൊരു തിരക്ക് മനസ്സിലാവുന്നത്. അമ്പലത്തിന് മുന്നിലെത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കും തൊഴാൻ വന്നവൻ്റെ തിരക്കും ആകെ മൊത്തം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ ഇതിലൊരനുസരിച്ചിട്ട് കുട്ടിക്ക് 6 മാസം കഴിഞ്ഞവരെ കുട്ടിയും അമ്മയും അമ്പലത്തിൽ പോകാൻ പാടില്ല. കുട്ടിക്ക് 6 മാസം കഴിഞ്ഞവരെ 6 മാസം ആവണ വരെ നമ്മൾ അമ്പലത്തിൽ പോയില്ല കേട്ടോ. കാരണം അതുവരെ നമുക്ക് അരിയും പൂവും തൊടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള വിശ്വാസം. കാരണം അവരൊരു നൂലുമ്പ് എടുക്കുക എന്നാണ് പറയുക. നമ്മളോട് വെച്ചപ്പോൾ അങ്ങനെ കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെയും പിടുത്തം വിട്ട തിരക്കായിരുന്നു. കാരണം അത്രയും വരികളായിരുന്നു. നിങ്ങൾക്ക് കാണണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്. കാരണം ചോറ് കൊടുക്കുന്ന ആ സമയത്ത് ആ ചൂടും ആ തിരക്കും കാരണം അവൻ കുറച്ച് നേരം കരഞ്ഞെങ്കിലും പിന്നെ പായസമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതായിട്ടോ. പിന്നെ നമ്മൾ ചോറ് കൊടുക്കുന്നതിന് ഫോട്ടോ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ചീട്ടാക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. നമുക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിക്കും അച്ഛനും അമ്മയ്ക്കും അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയി തൊഴുതു. ഗുരുവായൂരപ്പനെ നന്നായിട്ട് തൊഴുതു കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശപ്പും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനും ഉറക്കം വന്നിട്ട് ആകെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി എടുത്തിട്ടൊന്നും ശരിയാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വണ്ടി കുറച്ച് നമ്മൾ നിർത്തിയായിരുന്നതിൻ്റെ കുറച്ചും കൂടിയും കുറേ കഴിഞ്ഞിട്ടാട്ടോ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും കൂടി വണ്ടി അവിടത്തേക്ക് നമ്മൾ വേഗം കയറി. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നേരത്തെ പോകുന്നതാണല്ലേ. അങ്ങനെ നമ്മൾ വേഗം ഒരു സ്ഥലത്തൊക്കെ എത്തി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ